a river to a valley, an ocean to a stone. The time it takes the edges to become well worn, but with your arms around me, I've never been more sure that all this time and softened lights are better than before. We're better than before. My love will not change. My love will not change. Through the years it grows, but time will hold the weight. My love will not change. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നതുവരെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. കാരുണ്യവാനായ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് നമ്മളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. അവിടെ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുകയാണ്. നല്ല ഈശോയെ, ഇന്ന് ഏറ്റവും അനുഗ്രഹീതമായ ദിവസമാണല്ലോ. അവിടുത്തെ മാമോദീസ ഓർക്കുന്ന ഈ ദനഹ തിരുനാളിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ മകളെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ധാരാളം അനുഗ്രഹം നൽകണമേ. അനുമോളെയും അഖിലിനെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഇവരാരംഭിക്കുന്ന കുടുംബജീവിതത്തെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായിട്ട് മാതാപിതാക്കന്മാരെ ഷാജിയും ജാൻസിയെയും സഹോദരങ്ങളെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. നല്ല തമ്പുരാനെ ആശീർവദിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നമുക്ക് സ്വസ്തി. കർത്താവ് ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നമ്മുടെ ദേഹത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഞങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. അടയാളത്താലെ നമ്മുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എനിക്കാ
ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് 2026 ആണ്ടിൻ്റെ ആ നന്മകൾ എല്ലാവർക്കും ദൈവാനുഗ്രഹവും ആശംസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ 2 കുഞ്ഞുമക്കൾ വിവാഹിതരാകാനായിട്ട് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള അഗസ്തമത ദിവസമാണ്. അതിന് സാക്ഷികളാകാൻ ഇവർക്ക് ആശംസകൾ അർപ്പിക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ മുൻവികാരിച്ചാണ് മാവറച്ചനാണ്. അച്ഛൻ പുൽപ്പള്ളി മുഴുവൻകൊല്ലി പോറാനായിലെ ശിശുമല ഇടവകയിലെ വികാരിയാണ്. പ്രത്യേകത്തെ കുഞ്ഞച്ഛനെ അറിയാം. ഈ 27-ാം തീയതി പൗരോഹിത്യം സ്വീകരിച്ച ബിബി അച്ഛനാണ്. ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ ഇവരുടെ സാന്നിധ്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ ആരും ഒരു നല്ല കുടുംബത്തിലെ ഇതിലെ പാറിപ്പറന്ന് നടന്നിരുന്ന ഒരു ശലഭത്തെ അത് നിന്റെ തലയിലാണല്ലോ വരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ വലിയ സന്തോഷമാണ്. എന്തായാലും നല്ലൊരു കോമ്പിനേഷനാണ് അഖിലും അനുവും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുകയാണ്. നാളെയാണ് നിങ്ങളുടെ വിവാഹം. ഞങ്ങളെല്ലാവരും ഞങ്ങളോട് ഒപ്പം തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാവും. ധൈര്യമായി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ ഒരിക്കലും തകരാതെ നല്ല രീതിയിൽ പോകാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് സാധിക്കുമെന്നത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്ക് ഇവിടെ ഇന്ന് ഈ കർമ്മങ്ങൾക്ക് സാക്ഷികളാകാനായിട്ട് കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക്, ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങൾക്കും അതുപോലെ നേതൃത്വം വേദിയെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവർക്ക് വേണ്ടി കർമ്മങ്ങളിലേക്ക് കിടന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകപരമായ കുടുംബജീവിതത്തിൽ തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പദ് സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പ്രദായി വസിക്കുന്ന പരിശുദ്ധനും സുത്തർക്കനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ വെളിച്ചത്താ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിലും നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈ ഇടവകയുടെ പ്രിയപ്പെട്ട അനുമോളും അതുപോലെ തന്നെ അഖിലും വിവാഹിതരാകുന്നതിന് മുൻപ് അവരുടെ മനസ്സമ്മതം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇരുവർക്കും എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഇന്ന് സഭയിൽ ഇന്ന് വലിയ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ദനഹ തിരുനാൾ ദിവസമാണ്. ഈശോയുടെ പ്രത്യക്ഷീകരണം, ഈശോയുടെ മാമോദീസ നടക്കുന്ന അനുസ്മരിക്കുന്ന ദിവസമാണ്. സഭയിൽ വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ ഒരു കാലത്ത് നടന്നുകൊണ്ടിരുന്നു. ഇതിനെ പല രീതിയിൽ കിട്ടികുത്തി പെരുന്നാൾ, രാക്കുളി തിരുനാൾ എന്നൊക്കെ വിളിച്ചിരിക്കുന്ന ഒരു ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇതോടുകൂടിയിട്ടാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. ഞാനങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഇരുവരും ഇന്ന് മുതൽ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. അഖിലും അനുമോളും പരസ്യ ജീവിതം, ഒരു കുടുംബജീവിതം ആരംഭിക്കുന്ന ഇത് വലിയൊരു അനുഗ്രഹീത ദിവസമായിട്ട് മാറിയിരിക്കുകയാണ്. ഈശോ ആ മാമോദീസ സ്വീകരിച്ചപ്പോൾ കേട്ട ആ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിങ്ങൾക്കും അത് കേൾക്കാനായിട്ട് സാധിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയോട് കൂടിയിട്ട് നിങ്ങളുടെ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപക്ഷെ ഈ ദിവസം അത് എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരുപക്ഷെ എല്ലാം ഒരുമിച്ച് വന്നതായിരിക്കും ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ട്. അതിന് കാരണം എനിക്കറിയാം, ഷാജിയും ജാൻസിയെല്ലാം എൻ്റെ പപ്പയും അത്ര പരിചയമില്ലെങ്കിലും ഷാജി ജാൻസിയിൽ ഒത്തിരിയേറെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ആയിരിക്കുന്ന മാതാപിതാക്കന്മാരാണ്.
അപ്പോൾ തമ്പുരാൻ അതനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഇത് ക്രമീകരിച്ചത്. ഈ അനുഗ്രഹീത ദിവസം തന്നെ ഈ മക്കൾ ദേവാലയത്തിൽ വന്ന് അവരുടെ പരസ്യ ജീവിതം, കുടുംബജീവിതം ആരംഭിക്കാനായിട്ടുള്ള തുടക്കം കുറിക്കണമെന്നുള്ളത്. അപ്പോൾ അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പോൾ ഈ അൾത്താരയിൽ നിന്ന് മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവും ജീവിതം. ഇതുവരെ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ ആയിരിക്കണമെന്നില്ല. ഈ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ വെർച്വൽ ലൈഫിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് റിയൽ ലൈഫ്. നിങ്ങൾക്ക് തന്നെ അറിയാം. അവിടെ നിങ്ങൾക്ക് ശക്തി നൽകേണ്ടത് ഈശോ മിശിഹായാണ്. ഈശോ മിശിഹായെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അഖിലിനും അനുമോൾക്കും മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ആഴ്ച പറഞ്ഞ പോലെ ഈ ഇടവകയിൽ വളരെ നല്ല ഒരു കുടുംബമാണ് ഷാജിയുടെയും ജാൻസിയുടെയും. ഞാൻ ഇവിടുന്ന് പോയി 25 നൂറ്റാണ്ടായി. എന്നാലും എന്നെ ഇപ്പോൾ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് ഷാജിയുടേത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഞാൻ അച്ചുവിൻ്റെയും അമ്മയുടെയും വിവാഹം ആശീർവദിക്കാനുണ്ടായിരുന്നു, നീനുവിൻ്റെയും അരുണിൻ്റെയും വിവാഹം ആശീർവദിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അഖിലിൻ്റെയും അനുമോളുടെയും ആശീർവദിക്കാനായിട്ട് ദൈവം ഇട നൽകിയിരിക്കുന്നു. നന്ദി പറയുകയാണ്. ഇവിടെ 2000 ഒരു സ്കൂൾ തുടങ്ങിയിരുന്നു, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സെൻറ്റ് ജോർജ് LP സ്കൂൾ. ആദ്യത്തെ സ്റ്റുഡൻ്റാണ് എനിക്കാണ് അനുമോളും. ഇവരെല്ലാം കൂടെ കുറേ പേരൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ കുഞ്ഞുനാൾ മുതലേ ഇവരെല്ലാം അറിയാം. ഈ ഇടവകയിൽ വന്നിരുന്ന ഓരോ വികാരിച്ചന്മാർക്കും പറയുവാനായിട്ട് സാധിക്കും ഈ കടത്തിൽ കുടുംബം ഇടവകയോട് എത്രത്തോളം ആത്മാർത്ഥതയോട് കൂടിയിട്ട് എത്രത്തോളം സ്നേഹിക്കുന്നു. അധ്യാപകനായിട്ട്, വേദപാഠ അധ്യാപകനായിട്ട്, കമ്മിറ്റിക്കാരനായിട്ട്, കൈക്കാരനായിട്ട്, അതുപോലെ എല്ലാ മേഖലകളിലും നോ എന്നൊരിക്കലും ഷാജിയോ ജാൻസിയോ പറയാറില്ല. പള്ളിക്ക് വേണ്ടിയിട്ട് എത്തിച്ചേരണം. അഞ്ചുമൊക്കെ അങ്ങനെ പാട്ട് പാടാനും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും വേദപാഠം പഠിപ്പിക്കാനൊക്കെയാണ്. അപ്പോൾ ഇടവക സഭയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബം. അപ്പോൾ അതനുസരിച്ച് തന്നെ വലിയ ഇതിൻ്റെ മുഖത്തിന് നോക്കുമ്പോൾ അറിയാം ഒരു നല്ല ചൈതന്യമുള്ള ഒരു കുഞ്ഞ്. അപ്പോൾ തമ്പുരാൻ അത് ക്രമീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. അഖിലിൻ്റെ പപ്പയും അമ്മയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു, സഹോദരങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാ ദൈവാനുഗ്രഹവും പ്രത്യേകമായിട്ട് ഷാജിയും ജാൻസിയും അതുപോലെ തന്നെ അതുപോലെ കൂടപ്പുറപ്പുകൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവരുടെ എല്ലാവരുടെയും അതുപോലെ അഖിലിൻ്റെയും പപ്പയും അമ്മയും സഹോദരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഔദാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. അഖിൽ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അനുവിനെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അഖിലിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിതിന് വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുന്നതാണെന്നുമുള്ള ബോധ്യത്തോടെ ഇവരെ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും സ്നേഹത്തെ പ്രതി കുരിശുമരണം വരിച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധതയുള്ളവരായി തീരുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മനുഷ്യരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു.
ഭാര്യാഭർത്താക്കന്മാരാകാൻ ഒരുങ്ങുന്ന അഖിലിനെയും അനുവിനെയും സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഇവരിൽ ചൊരിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധുവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാ നിരതരായ വിവാഹത്തിന് ഒരുക്കുവാൻ കാരുണ്യവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുവാനും അവിടുന്ന് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. I've seen the stars on the ocean, and fields of grass beneath the blue. I've heard the songs of summer singing, like a humming in the June. There's always something around the corner, something more to be found. I'm sure the coast of California are beautiful right now, and New York sky shines so bright. But to tell you the truth, honey, I just wanna come. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനുഭവങ്ങളും അവരുടെ സ്നേഹത്തിൻ്റെയും പരസ്പരത്തിൻ്റെയും ഒറ്റ കല്യാണം വരെ എത്തി നൽകുന്ന ആ ഒരു ബന്ധത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. Someplace there on feathered wings, 100 worlds. അവർ പ്രിയ അനു അബ്രഹാം, തലത്തെ വീട്ടിൽ ഷാജി അബ്രഹാം ആൻഡ് ജാൻസി ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ ആളാണ്. അനുവിന് ഒരു ചേച്ചി ഒരു ചേട്ടനുണ്ട്. അനുവിന്റെ ചേച്ചി അഞ്ജു ആൻഡ് ഹസ്ബൻഡ് അമൻ, ആൻഡ് they have 2 little kids, Jordan and Jeremy, and our handsome groom അഖിൽ. മോളൂർ കുടുംബത്തിൽ സഞ്ജയ് ബിന്ദു ദമ്പതികളുടെ മകനാണ്. അഖിലിന് ഒരു സിസ്റ്റർ ഉണ്ട്, അഞ്ജിത, and her husband Bidul, and they have a little girl, Idal. So I would like to welcome their parents and siblings to the stage. പ്രിയപ്പെട്ട അഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹത്തെക്കുറിച്ചുള്ള ധാരണകൾ ഇരുഭവനങ്ങളുമായി എത്തിച്ചേർന്നിരിക്കുന്നത് പൊതുവായി അറിയിക്കുവാനും വിവാഹത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുമായിട്ടാണ് ഇരു കുടുംബങ്ങളും ചേർന്ന് വന്നിരിക്കുന്നത്. വീരാൻകുട്ടി മാഷിൻ്റെ അതിമനോഹരമായ ഒരു കവിതയുണ്ട്. അതിലെ 4 വരികൾ ഇപ്രകാരമാണ്: ഒരു മഴയത്ത് ഒരു കുടയിൽ 2 പേർ നടന്നു പോകുമ്പോൾ അതിലാർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നറിയാൻ ഏറ്റവും കൂടുതൽ നനഞ്ഞതാരാണെന്ന് നോക്കിയാൽ മതി. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ഒരു മഴയത്ത് ഒരു കുടയിൽ 2 പേർ നടന്നു പോകുമ്പോൾ അതിലാർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നറിയാൻ ഏറ്റവും കൂടുതൽ നനഞ്ഞതാരാണെന്ന് നോക്കിയാൽ മതി. നമ്മളൊന്ന് ഓർത്ത് നോക്കി. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ അമ്മ നമ്മളെ കുട ചൂടിച്ചുകൊണ്ട് പോയപ്പം ഏറ്റവും കൂടുതൽ നനഞ്ഞത് അമ്മയായിരുന്നു, നമ്മൾ സുരക്ഷിതരാകാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ നിങ്ങളിത് സ്നേഹത്തിൽ ചാലിച്ച ഒരു ജീവിതം തുടങ്ങുമ്പോൾ സ്നേഹിക്കാൻ വേണ്ടി മത്സരിക്കണം. ലോകത്തെല്ലാത്തിനും വേണ്ടി മത്സരിക്കുന്നുണ്ട്. പഠിച്ച് A+ മേടിക്കാനായിട്ട് മത്സരിക്കുന്നുണ്ട്. കുസ്തി കൂടി ജയിക്കാനായിട്ട് മത്സരിക്കുന്നുണ്ട്. സ്നേഹിച്ച് മത്സരിക്കുന്നതിൻ്റെ ഒറ്റ പ്രത്യേകതയുള്ളൂ,
ആരാണോ തോറ്റു കൊടുക്കുന്നത് അവരാണ് സ്നേഹം എന്ന മത്സരത്തിൽ ജയിക്കുന്നത്. വാക്കുതർക്കം ഉണ്ടായി. ആരാണോ തോറ്റു കൊടുക്കുന്നത് അവരാണ് സ്നേഹത്തിൽ ജയിക്കുന്നത്. ആയതുകൊണ്ട് ഒരായുഷ്കാലം മുഴുവൻ സ്നേഹിച്ച് ജീവിക്കുവാനുള്ള ഒരു ഉടമ്പടി എടുക്കുവാൻ വേണ്ടിയാണ് അഖിലും അനുവും ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നത്. ഇരു കുടുംബങ്ങളിലെയും മാതാപിതാക്കൾ, സഹോദരങ്ങൾ ചേർന്ന് വന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനയോടെ ഓർക്കട്ടെ. പെരുങ്കുളം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക അംഗങ്ങളായ മുഴൂർ ഭവനത്തിൽ സണ്ണി, ബിന്ദു സണ്ണി ദമ്പതികളുടെ മകൻ അഖിൽ സണ്ണിയും, തടത്തിൽ ഭവനത്തിൽ എബ്രഹാം ജോസഫ്, റാണി പോൾ ദമ്പതികളുടെ മകൾ അനു എബ്രഹാമും തമ്മിലുള്ള വിവാഹം ഇരു കുടുംബങ്ങളും തമ്മിൽ പ്രാർത്ഥനാപൂർവം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നാം ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നത്. മുഴൂർ ഭവനത്തിൽ അഖിൽ സണ്ണിയും, തടത്തിൽ ഭവനത്തിൽ അനു എബ്രഹാമും തമ്മിലുള്ള വിവാഹം ഇരു കുടുംബങ്ങളും തമ്മിൽ എത്തിയിട്ടുള്ള ധാരണ പ്രകാരം 2026 ജനുവരി മാസം 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വരന്റെ ദേവാലയമായ പെരുങ്കുളം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നടത്തുന്നതിനുള്ള തീരുമാനം ഇരു കുടുംബങ്ങളും എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ എല്ലാവരും ഒന്ന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യണമേ. ഒരിക്കൽ കൂടി ഔദ്യോഗികമായി തീരുമാനം അറിയിക്കട്ടെ. മുഴൂർ ഭവനത്തിൽ ശ്രീ സണ്ണി, ബിന്ദു സണ്ണി ദമ്പതികളുടെ മകൻ അഖിൽ സണ്ണിയും, തടത്തിൽ ഭവനത്തിൽ എബ്രഹാം ജോസഫ്, റാണി പോൾ ദമ്പതികളുടെ മകൾ അനു എബ്രഹാമും തമ്മിലുള്ള വിവാഹം ദൈവഹിതമാകിയാൽ 2026 ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വരന്റെ ദേവാലയമായ പെരുങ്കുളം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നടത്തുവാൻ ദൈവകൃപയിൽ തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനത്തിൽ ദൈവാത്മാവിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ 2 കുടുംബങ്ങളും തമ്മിലെടുത്തിട്ടുള്ള ഒരു ധാരണയുടെ വിവാഹക്കുറി ഇപ്പോൾ 2 കുടുംബങ്ങളിലെയും മാതാപിതാക്കൾ ഔദ്യോഗികമായി കൈമാറുന്നു. സ്നേഹമാകുന്ന ദൈവമേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് സ്തുതി. കർത്താവേ, 2 കുടുംബങ്ങളിലെയും ഈ മക്കൾ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ഉടമ്പടി 2 കുടുംബങ്ങളിലെയും മാതാപിതാക്കളും സഹോദരങ്ങളും ഈ കൂടി വന്ന ജനസമൂഹവും ഒരുമിച്ചെടുക്കുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ സന്നദ്ധരാക്കിയതിനായിട്ട് തമ്പുരാനെ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം അനുവും അഖിലും തമ്മിലുള്ള വിവാഹം ദൈവാത്മാവിൻ്റെ കൃപയിൽ 2026 ജനുവരി മാസം 7-ാം തീയതി, അതായത് നാളെ ദൈവാത്മാവിൽ നടത്തുവാൻ വേണ്ടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവിടുന്ന് ചൊരിഞ്ഞു നൽകണമേ. വിവാഹത്തിൻ്റെ കൂദാശയിലും അതിനോടനുബന്ധമായിട്ട് നടക്കുന്ന എല്ലാ ക്രമീകരണങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കണമേ. ഇരു കുടുംബങ്ങളുമായി ഇന്നേ ദിവസം ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉടമ്പടിയിൽ കർത്താവെ അവിടുത്തെ കൃപ വ്യാപരിക്കണമേ. തുടർന്നുള്ള എല്ലാ ചടങ്ങുകളിലും ക്രമീകരണങ്ങളിലും അങ്ങയുടെ സ്വർഗീയമായ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവിൻ്റെ കൃപയിൽ ഈ 2 മക്കളെയും സ്നേഹത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാൽ തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഇതോടെ രാജ്യവും ശക്തിയും മഹത്വവും നീക്കി നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സ്നേഹിക്കാനായിട്ട് നന്നായി മത്സരിക്കണം. ഒരു മഴയത്ത്
ഒരു കുടക്കീഴിൽ രണ്ടുപേർ നടന്നു പോകുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നറിയാൻ കൂടുതൽ നനഞ്ഞതാരാണെന്ന് നോക്കിയാൽ മതി. ദൈവം അനുഗ്രഹിക്കും. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി, ചിറകുകൾ മെല്ലെ നീർത്തിതാ, ചിരിമണിമാല കോർത്തിതാ, നിറയുകയായി മനം സ്വയം. எப்படி வந்தாயோ என்னையும் கொண்டாயோ கேளாமலே கையில் வந்து கட்டி தங்கோ நீ தள்ளாமலே தள்ளாடுற நானே மீண்டும் மனோ மிஞ்சிடுதே என்னிடத்தில் முறை அழகுன்னு அட எனக்கு நான் தெரிஞ்சேன் ஒரு முறை உன நெருங்கையில் பல முறை தொலைஞ்சேன் கொஞ்சலும் கொஞ்சாயோ மிஞ்சலும் மிஞ்சாயோ என் மனம் பஞ்சாயோ பறக்கும் செல்லாயோ சின்ன சின்ன நேரங்களில் சிக்கிக்கொண்டேன் நானே உன்னிடத்தில் ஓவியமாய் தானே கண்ணாடியின் பிம்பங்களில் நான் இல்லையே நீ
பார்த்தாம போயாச்சே பூமி எல்லாம் இங்க கேட்காம வாரண்டி உன் மனசில் நான் தங்க கண்ணுக்குள்ள உன் கனவ பாக்குறண்டி கண்டதெல்லாம் பலிக்கத்தான் வேண்டுறண்டி என்னை பத்தி இன்னும் சொல்ல தோணுதடி இப்படியே நானும் போக வேணுமடி முறை அழகுன்னு அட எனக்கு நான் தெரிஞ்சேன் ஒரு முறை நெருங்கையில் பல முறை தொலைஞ்சேன் கொஞ்சம் என்ன நானும் மாத்துறனே அங்க இங்க சிரிச்சுதா பேசுறனே வலிகளை மறைச்சிட பாக்குறனே அருகில் நானும் நானா வாழறனே எப்படி வந்தாயோ புன்னகை தந்தாயோ எப்படி வந்தாயோ என்னையும் கொண்டாயோ எண்ணங்களில் எந்நேரமும் யோசனைதானே தள்ளாமலே தள்ளாடுற நானே கண்ணாடியின் பிம்பங்களில் நான் இல்லையே நீயே जाना जोगी देना नी मैं जाना जोगी देना कन्नी मुंदरा पाके मथे तिलक लाके नी मैं जाना जोगी देना नी मैं जाना जोगी देना कैसे पराया मानूं आंगन ये मेरा कैसे करूं मैं फैसला इतना ही था क्या मेरा दाना बसेरा हार न जाऊं हौसला सारा बचपन पीछे छूट